എങ്ങനെ കാട് പിടിച്ചല്ലേ? പിന്നല്ലാതെ എന്തൊരു കാടായിരുന്നു. ഒരാൾ പൊക്കത്തിലല്ലായിരുന്നു ഇവിടെ കാട് നിന്നിരുന്നേ. ഇപ്പൊ മൊത്തത്തിലൊന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്നില്ലേ? ഈ സ്ഥലത്ത് ഇത്രയും തേങ്ങ നാട്ടിട്ടുള്ളൂ. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് അവർക്ക് ഒരു 5-6 തെങ്ങ് കൂടെ നാടായിരുന്നല്ലേ? അതൊന്നും കുഴപ്പമില്ല. ഒരു 4-5 കൂടൊക്കെ നട്ടിട്ടില്ലേ, അതൊക്കെ മതി. ഇപ്പൊ ഇവിടെ കണ്ടു കഴിഞ്ഞ ഒരു കിടിലം വീട് അങ്ങോട്ട് പണിയാൻ പറ്റില്ലേ? പിന്നല്ലാണ്ട് അവിടെ ആ നടുക്കുവാൻ കണ്ടു. അവിടെ ഒരു കിടുക്കാച്ച് 2 നില വീട്. ആ വെക്കുന്ന വീടിനകത്ത് ഒരു അടിപൊളി ഗെയിമിംഗ് റൂം. അതെങ്ങനെ അടിപൊളിയും കേട്ടോ. അവിടെ ഗെയിമിംഗ് റൂം മാത്രം പോരാ, പിന്നെ അതിന്റെ മണ്ടയ്ക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ ഒന്ന് ആലോചിച്ച്. പിന്നെ അത് ചാടാനേ സമയം കടത്തുള്ളൂ. പൊളിക്ക്. മൊത്തത്തിൽ ഒരു 4-5 മുറിയിലും വേണം ആ വീട്ടിൽ. അത് തന്നെ, സ്പേസിന് ഒരു പഞ്ഞവും പാടില്ല. ഗെയിമിംഗ് റൂമും സ്വിമ്മിംഗ് പൂളും മാത്രം പോരാ, വർക്കൗട്ട് ചെയ്യാനും വേണം ഒരു സ്പെഷ്യൽ സ്ഥലം. എന്നിട്ട് വേണം വയറൊക്കെ ഒന്ന് ശരിയാക്കി. ശരിയാ, എന്നിട്ട് വേണം ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അല്ലേ? അത് തന്നെ. അത് മാത്രം പോരാ, നമ്മുടെ വീടിന്റെ ബാൽക്കണിയിലെ ഒരു ഓപ്പൺ സ്പേസ് കാണാം. അതാ നല്ല വിശാലമായിട്ട്. അതെ, വൈകിട്ടിരുന്ന് ചായയൊക്കെ കുടിക്കാന് റിലാക്സ് ചെയ്ത് നല്ല കാറ്റും ഇളം വെയിലൊക്കെ കൊണ്ടേ ആ കാറ്റ് കൊണ്ട് ആ ചായ കുടിക്കുന്ന ആലോചിച്ച് ഇത്രയും മതി. അല്ല, ഇതൊക്കെ നടക്കണമെങ്കിൽ ഇതിന്റെ ഓണറോട് വിചാരിക്കണ്ടായോ? ശരിയല്ലേ, അങ്ങനെ സംഭവം ഉണ്ടല്ലേ? പിന്നല്ലാതെ ഇതൊക്കെ പറയുന്ന കേട്ടാ തോന്നുന്നു ഇപ്പൊ അങ്ങ് കയറി നടത്താൻ പോകുന്നു. നീ അവർ എണ്ണിരിക്കുന്ന സാധനം കണ്ട? ഇത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് വാങ്ങിക്കണേ, കാശെണ്ണി കൊടുക്കണം. നിന്റെ വല്ലതും ഉണ്ട്? എന്റെ ഒന്നുമില്ല, എന്റെ അക്കൗണ്ട് മൈനസ്. കൊള്ളാം. എന്റെ അക്കൗണ്ടിലാണെങ്കിൽ 25 രൂപ ഉണ്ട്. 25 രൂപ ഉണ്ടല്ലേ? എന്നാ നമുക്ക് ഈ സ്ഥലം പിന്നെ വാങ്ങിക്കാം. നമുക്കൊരു ചായ കുടിച്ചാൽ. ചായ കുടിക്കാം. അതാ നമ്മുടെ ചായ.